കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, കറുത്തിരിക്കുന്നവർ, ഞങ്ങളെ ആർക്കും ഇഷ്ടമല്ല. നിരാശയോടെ ആ വ്യക്തി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. കടുത്ത അപകർഷതാബോധത്തിന് ഈ വ്യക്തി അടിമയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെയുള്ള അപകർഷതാബോധത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെയും അടിമത്തത്തിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളായിരിക്കാം ഇത്തരം അടിമത്തങ്ങൾക്ക് കാരണം. ലൂക്കാ 4:18 ഈശോ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശു നിന്നെ സുഖപ്പെടുത്തും, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഒരു ഉദാഹരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കുക. ഒരു സാബത്തിൽ അവൻ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം ഊനിപ്പോയ ഒരുവർ അവിടെ ഉണ്ടായി. യേശു അവളെ കണ്ട് അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. 18 വർഷമായി ഊനിയായിരുന്നവൾ അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപക്ഷെ ശരീരത്തിൽ കൂനില്ലായിരിക്കാം, എന്നാൽ ജീവിതത്തിൻ്റെ പല തലങ്ങളിലും കൂനിപ്പോയവര് ഉണ്ട്. സാമ്പത്തിക മേഖലകളിൽ, ആരോഗ്യകാര്യങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സൽപ്പേരിൽ, മക്കളെ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, കടുത്ത അപകർഷതയുടെയും ഭയത്തിൻ്റെയും നിരാശയുടെയും അങ്ങനെ അനേക കാരണങ്ങളാൽ നിവർന്നു നിൽക്കാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെയുള്ളവർ എവിടെ ചെന്നാലും തല താഴ്ത്തി നിൽക്കേണ്ടി വരും. പള്ളിയിൽ, പെരുന്നാളിന്, കല്യാണത്തിന്, എവിടെ പോയാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ട് മാറി ഒതുങ്ങി കൂടി നിൽക്കാൻ ഇങ്ങനെയുള്ളവർ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയുള്ളവരെയാണ്. കൂനിപ്പോയവളെയാണ് കർത്താവ് ശ്രദ്ധിച്ചത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് സാധാരണയായി യോഗ്യതയുള്ളവരെ, സൗന്ദര്യമുള്ളവരെ, പണമുള്ളവരെയൊക്കെയാണ്. നമ്മുടെ ഈശോ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കുറ്റപ്പെടുത്താത്തവനാണ് നമ്മുടെ കർത്താവ്. കൂനിപ്പോയതിൻ്റെ കാരണം ചോദിക്കുന്നില്ല. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് വിധിക്കുന്നില്ല. യേശു നിന്നെ നിവർന്നു നിൽക്കുവാൻ സഹായിക്കും. യേശു നിന്നെ സുഖപ്പെടുത്തും. ഉയർച്ചയില്ലാതെ അവഗണിക്കപ്പെട്ട, തരം താഴ്ത്തപ്പെട്ട, പരിഹസിക്കപ്പെട്ട നിന്നെ ഇന്ന് അനുഗ്രഹിക്കും. നമുക്ക് വിശ്വസിക്കാം ഇത്. എൻ്റെ കർത്താവ് ഇന്നെന്നെ വിടുവിക്കും.
എൻ്റെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. അതിനാൽ ശിരസുയർത്തി യേശുവിൻ്റെ കൂടെ നമുക്ക് നടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. 18 വർഷമായാലും നിന്റെ വിടുതലിൻ്റെ ദിവസമാണ്. ഏത് തീച്ചോളയിൽ വലിച്ചെറിഞ്ഞാലും അവിടെ നിന്നെ താങ്ങുന്നവൻ, നിന്നെ സംരക്ഷിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. നമുക്ക് വിശ്വസിക്കാം, ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, 18 വർഷമായി ഊനിപ്പോയ സാധുവായ ആ പാവപ്പെട്ട സ്ത്രീയെ ഒരു നിമിഷം കൊണ്ട് അവിടുന്ന് അനുഗ്രഹിച്ച് അവളെ നിവർന്നു നടക്കുവാൻ സഹായിച്ച അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. എൻ്റെ നിരാശയിലേക്ക്, എൻ്റെ ദുഃഖങ്ങളിലേക്ക്, എൻ്റെ തകർച്ചയിലേക്ക്, എൻ്റെ കടബാധ്യതയിലേക്ക്, രോഗപീഠകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ മക്കളെ കൊണ്ടുള്ള ഭാരങ്ങൾ, എൻ്റെ കുടുംബ ജീവിതത്തിലുള്ള അസ്വസ്ഥതകളുടെ മേൽ, മറ്റുള്ളവരുടെ മുമ്പിലുള്ള അപമാനത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കർത്താവെ അനുഗ്രഹവുമായി അവിടുന്ന് കടന്നു വരണമേ. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ കേട്ടു, കർത്താവിന് സ്വീകാര്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ വത്സരം പ്രഖ്യാപിക്കാൻ കടന്നു വന്ന എന്നെ എൻ്റെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കത്തക്ക വിധം അനുഗ്രഹത്തിലേക്ക് അവിടുന്ന് കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നന്ദിയോടെ എന്നെ സ്തുതിക്കുന്നു. ആമേൻ.